Hi, I'm Dr. Anupa. So I've come with a topic which is antibiotic resistance അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രതിരോധന ശേഷിയെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അത് വളരെ കാര്യഗൗരവമായിട്ട് നമ്മൾ പറയേണ്ട ഒരു ടോപ്പിക്കാണ് ആൻഡ് ഇറ്റ് ഷുഡ് ബി വെൽ ഡിസ്കസ്ഡ്, വെൽ അഡ്രസ്ഡ്. ഇപ്പോഴത്തെ കോമൺ പോപ്പുലേഷന് ഇതിനെക്കുറിച്ച് അറിയില്ല, ആൻറ്റിബയോട്ടിക് പ്രതിരോധന ശേഷിയെക്കുറിച്ച് അറിയില്ല. Okay, it is a very short and small topic. It's a very small topic to be addressed. I'll make sure ഞാനത് കുറച്ചും കൂടിയും ഒന്ന് എളുപ്പമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ളത്. അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സോ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ഗുളികയോട് പ്രതിരോധന ശേഷി ഉണ്ടാവുക, അതാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് കൂടുതലും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ യൂസ് ചെയ്യുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അതിന് ഓവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട കേസസിൽ നമ്മൾ മെഡിസിൻസ് മാത്രം കഴിച്ച് ആ ഡിസീസിനെ പ്രൊലോങ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് പല്ലുവേദനയാണെങ്കിൽ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കുറയുമ്പോൾ 2 ദിവസം കൂടി കഴിച്ചു, ഇൻഫെക്ഷൻ മാറി, ഇനി എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആ മെഡിസിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടർ കോഴ്സ് വെറുതെ എഴുതി തന്നു, ഓക്കെ ഡൺ, ബാക്കിയുള്ള മരുന്ന് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതാണ് ബേസിക്കലി എല്ലാ പേഷ്യൻസും ചെയ്യുന്നത്. നമ്മൾ പറയുന്ന രീതിയിലുള്ള കോഴ്സോ കാര്യങ്ങളോ കറക്റ്റ് ഡ്യൂറേഷനോ കറക്റ്റ് ടൈമോ ആരും ഇത് കണ്ടിന്യൂ ചെയ്യാറില്ല. ഓവർ യൂസ് ഓഫ് ദി മെഡിക്കേഷൻ കാരണം വരാം, ഷോർട്ട് ടേം യൂസ് ഓഫ് ദി മെഡിസിൻ കാരണം വരാം. അതേപോലെ തന്നെ വേറൊരാൾക്ക് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിനാണ്, അത് നമ്മളെടുത്ത് കഴിക്കുന്നു. അത് നമുക്ക് സൂട്ടബിൾ ആണോ അല്ലേ എന്ന് നമ്മൾ നോക്കാൻ പോകാറില്ല. ആൻഡ് പിന്നീട് നമ്മൾ പലപ്പോഴും മറന്നു പോകും. ഇന്ന് നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു, നാളെ നമ്മൾ വേണോ വേണ്ടതെന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. നമ്മൾ എടുക്കാൻ ചിലപ്പോൾ 3 നേരം കഴിക്കാൻ തന്ന ഗുളിക നമ്മൾ 1 നേരമായിരിക്കും കഴിക്കുക, ഓർമ്മ വരുമ്പോൾ അപ്പോൾ കഴിക്കുന്നു, അങ്ങനെ. ഓക്കെ, ആൻഡ് എന്താ പറയുക, ഡോക്ടർ തന്ന മെഡിസിൻ ഡോക്ടർ 5 ദിവസത്തെ കോഴ്സായിരിക്കും തന്നിട്ടുണ്ടാവുക, നിങ്ങൾ സ്വന്തമായിട്ട് 2-3 ദിവസം കൊണ്ട് ഇൻഫെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറിക്കഴിഞ്ഞാൽ നിർത്തി. ഓക്കെ, സോ ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമാണ്. സോ യു ഷുഡ് ബി വെൽ അവെയർ അബൌട്ട് ദിസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ടു ബി ഡൺ. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ രോഗത്തിനനുസരിച്ചാണ് ആൻറ്റിബയോട്ടിക്സ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എല്ലാ കേസസിലും നമുക്ക് ആൻറ്റിബയോട്ടിക് വേണ്ട. ഇൻഫ്ലമേഷൻ കേസസിൽ, വീക്കം വരുന്ന കേസസിൽ, ജസ്റ്റ് പെയിൻ വരുന്ന കേസസിൽ, പസ്സില്ലെങ്കിൽ അല്ലെങ്കിൽ പഴുപ്പില്ലെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സിന് ആവശ്യമില്ല. അതിന് പെയിൻ കില്ലറും പ്രോപ്പർ ആൻഡ് ടൈംലി ട്രീറ്റ്മെൻറ്റ്. നിങ്ങളോട് ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ ഒരു സഡൻ പെയിൻ ആയിട്ട് പോയി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് പല്ലിന് കേടുണ്ട്, പക്ഷേ പല്ലിൻ്റെ അടിയിൽ എന്താ പറയുക വീക്കം മാത്രമേ ഉള്ളൂ, അവിടെ പഴുപ്പോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ റൂട്ട് കനാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ മാറിക്കിട്ടും. ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് ബൈ ടൈം, ഓൺ ടൈം നിങ്ങൾ എടുത്തില്ലെങ്കിൽ അത് അവിടെ ഇരിക്കും, അവിടുത്തെ അണുക്കൾ വളരും, അവർ മ്യൂട്ടേറ്റ് ആവും, അല്ലെങ്കിൽ അവരിങ്ങനെ പടർന്നിരിക്കും. അങ്ങനെ പതിയാണ് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത്. ഇൻഫെക്ഷൻ ഒരിക്കലും ഒറ്റയടിക്ക് വരുന്ന ഒരു കാര്യമല്ല, നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്ത് ചെല്ലുമ്പോഴാണ് ഇൻഫെക്ഷൻസ് നമുക്ക് ഇൻക്രീസ്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും, ബി ഇറ്റ് എ ഡെൻറ്റിസ്റ്റ് ഓർ എ നോർമൽ ഡോക്ടർ, ലെറ്റ് ഇറ്റ് ബി എനി വൺ, അവർ തരുന്ന മെഡിക്കേഷൻ ആൻഡ് അവർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത പക്ഷം മെഡിസിനിൽ മാത്രം പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ പറയുന്ന പഴുപ്പ് വരാം. പഴുപ്പിനനുസരിച്ച് നിങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിക്കും, ഒന്നെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രോപ്പറായിട്ട് കഴിക്കില്ല, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഫുൾ കോഴ്സ് കഴിക്കും, വീണ്ടും ഇതേപോലത്തെ ഇഷ്യൂ വരും, വീണ്ടും ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതും, നിങ്ങൾ വീണ്ടും അത് കഴിച്ചുകൊണ്ടിരിക്കും, ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉറപ്പായിട്ടും വരും. അത് വർക്ക് ചെയ്യുകയില്ല. ഓക്കെ, ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ആൻറ്റിബയോട്ടിക്കിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഴുപ്പിനെ ഉണ്ടാക്കുന്ന അണുക്കളെ കൊല്ലുക എന്നുള്ളതാണ്. ഓക്കെ, പെയിൻ കില്ലറിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്കം ഉണ്ടാവുക, പെട്ടെന്നുള്ളൊരു വീക്കം ഉണ്ടാവുക, അതിനെയൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ് പെയിൻ കില്ലേഴ്സ് നമ്മൾ കഴിക്കുന്നത്. സഡൻ ആയിട്ടുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കാനാണ് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത്. ഓക്കെ, സോ ഓരോന്നിനും ഓരോ രീതികളുണ്ട്. നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ പ്രകാരം കൃത്യമായി കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറവുണ്ടാവും. ആൻഡ് പ്രോപ്പർ ആൻഡ് ടൈംലി ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യൂഷ്വലി നിങ്ങളൊരു പല ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് മിക്ക കേസസിലും ആൻറ്റിബയോട്ടിക് ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, പസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പഴുപ്പോ സ്വെല്ലിങ്ങോ നീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഞങ്ങൾ ആൻറ്റിബയോട്ടിക്സ് തരും. അത് നിങ്ങൾ കൃത്യമായി കഴിച്ച് അത് കുറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിർത്തല്ല ചെയ്യേണ്ടത്, ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും. നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ അതിലും കൂടുതൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രതിരോധന ശേഷി ഇത് വരുന്നത് ഓവർ യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് ഓഫ് ദി മെഡിക്കേഷൻസ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ദേഹമല്ല ഈ ടാബ്ലറ്റ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കീടാണുക്കളാണ് ഈ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത്. ഓക്കെ, സോ ഇത് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടീസ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഓക്കെ, ഈ പറയുന്ന സർപ്രൈസസ് എല്ലാ കൊല്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റൊരാൾക്ക് ഊഹിക്കാൻ പറ്റും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്.
പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനോട് യൂസ്ഡ് ആവും അല്ലേ. സെയിം തിങ് ആണ് ബാക്ടീരിയയ്ക്ക്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കീടാണുക്കളോ ഈ പഴുപ്പ് ഉണ്ടാക്കുന്ന കീടാണുക്കൾ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഈ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കും, കുറയും. പക്ഷേ ആ കീടാണുക്കൾക്ക് മനസ്സിലാവും, അടുത്ത പ്രാവശ്യം ഈ മെഡിസിൻ തന്നെ കഴിക്കാൻ പോകുന്നത്, എനിക്കതിപ്പോൾ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, എനിക്കൊരു ചുക്കുണ്ടാവാൻ പോകുന്നില്ല, ഞാൻ കുറച്ചും കൂടി ഒന്ന് എൻ്റെ പോപ്പുലേഷനെ വളർത്താം, ഞാൻ കുറച്ചും കൂടി ഒന്ന് വലുതാവാം, കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു എന്താ പറയുക കുറച്ചും കൂടി നന്നായി വളരാം, അപ്പോൾ പിന്നെ വേറെ മെഡിസിൻസ് തന്നാലും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഓരോ മെഡിസിൻസ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ തന്നെ കണ്ടിന്യൂഡ് പ്രോസസ്സിൽ കഴിക്കുന്നു വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കീടാണുക്കൾ അതിനെ പ്രതിരോധിക്കാൻ തുടങ്ങും. കാരണം അത് അതിനേക്കാളും വളർന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് മെഡിസിൻ കൊടുത്താലും അതിന് ഒന്നും ഏൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് frequent ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് മെഡിക്കേഷൻസ് ഇസ് നോട്ട് റെക്കമെൻഡഡ് അൺടിൽ ആൻഡ് അൺലെസ് അഡ്വൈസ്ഡ് ബൈ യുവർ ഡോക്ടർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഉണ്ടാവുന്ന മെഡിക്കേഷൻ ഓപ്ഷൻസും കുറവാണ്. നെക്സ്റ്റ് വരാൻ പോകുന്നൊരു പ്രശ്നം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. സോ ഇത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറ്റ് ദി ഏർലിയസ്റ്റ് സംസാരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഫാർമസീസിൽ പോകുമ്പോഴും നിങ്ങൾക്ക് പനിയുണ്ട്, ജലദോഷമുണ്ട്, ചുമയുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ അവർ തരുന്ന മെഡിസിൻസ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും. ആൻഡ് ആൻറ്റിബയോട്ടിക്സ് വിൽ ഗിവ് യു എ ക്വിക്ക് റിലീഫ്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും അത് വാങ്ങിച്ചുകൊണ്ട് കഴിക്കുന്നത്. പക്ഷേ എന്താണ് റീസൺ എന്ന് കണ്ടുപിടിക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആൻറ്റിബയോട്ടിക് പ്രതിരോധന ശേഷി. ഇത് ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. യു ഷുഡ് ബി വെൽ അവെയർ അബൌട്ട് ദിസ്. ആൻഡ് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഓക്കെ, അൻറ്റിൽ ദ നെക്സ്റ്റ് വീഡിയോ കമ്മിങ് സൂൺ. Take care and bye. Happy smiling and healthy smiling. Yeah.